നമസ്കാരം. കുരങ്ങുകളുടെ ശല്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ജനന നിയന്ത്രണ പരിപാടി ആരംഭിക്കുന്നതിനായി അനുമതി തേടി സംസ്ഥാനം. മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സജീവമായി ചർച്ചകൾ നടന്നത്. അതിനിടെയാണ് ഈ തീരുമാനം. അതിനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വനംവകുപ്പ് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വനങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ കുരങ്ങുകളുടെ ശല്യം വൻതോതിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തെ വലിയ രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. നാടൻ കുരങ്ങുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൃത്രിമ ജനന നിയന്ത്രണ നടപടികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒരു അന്തിമ രൂപം നൽകുന്നതിനായി മെയ് 28-ന് ശില്പശാല നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് ശസ്ത്രക്രിയകൾ വഴി വന്ധ്യകരണം, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, ഗുളികകൾ എന്നീ ഗർഭനിരോധന മാർഗങ്ങളിലൂടെ കൃത്രിമ ജനന നിയന്ത്രണ രീതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. നാടൻ കുരങ്ങുകളുടെ കൃത്രിമ ജനന നിയന്ത്രണത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൽ നിന്ന് തങ്ങൾക്ക് അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാവും പുതിയ തീരുമാനമെടുക്കുകയെന്നും മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ പറഞ്ഞു. വന്യജീവി പരിപാലന പരിപാടിയുടെ അവിഭാജ്യ ഘടകമാണ് മൃഗപ്പെരുപ്പം നിയന്ത്രിക്കൽ. അതേസമയം കാട്ടാനകളുടെ ജനന നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നാണ് അടുത്തിടെ നടത്തിയ കണക്കെടുപ്പിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആനകൾക്കായി ജനന നിയന്ത്രണ പരിപാടി നടപ്പിലാക്കിയിട്ടില്ല. ആനകൾ ഉൾപ്പെടെ വിവിധ ഇനങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ഇമ്മ്യൂണോ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചുള്ള ഗർഭനിരോധന നടപടികൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയിൽ ഇന്ത്യയിലെ വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും ഇമ്മ്യൂണോ കോൺട്രാസെപ്റ്റീവുകളും ഗുളികകളുമാണ് ഗർഭനിരോധന മാർഗങ്ങളായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഒരു ജീവിവർഗത്തിന്റെ ആധിക്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉള്ളപ്പോൾ മാത്രമേ ജനന നിയന്ത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ ആധിക്യം തെളിയിക്കുന്ന ഒരു പഠനവും തങ്ങളുടെ പക്കലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൃഗപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നത് വന്യജീവി പരിപാലന പരിപാടിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത്. സമീപ വർഷങ്ങളിൽ വയനാട് മേഖലയിൽ നിന്ന് ഏകദേശം 25 കടുവകളെ മയക്കി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെയും കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് സർക്കാർ പദവി നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ കടുവകളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കാരണം അടുത്തിടെ നടന്ന സെൻസസിൽ കടുവകളുടെ എണ്ണത്തിൽ കുറവുകൾ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വന്യജീവി സങ്കേതത്തിന് ചുറ്റും 100ഓളം മനുഷ്യരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ വനങ്ങളുടെ ക്യാരിയിങ് കപ്പാസിറ്റി വിലയിരുത്താൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി.